മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് രേഖപ്പെടുത്തിയിട്ടുള്ള ബഹ്ജത്തുൽ അസ്റാർ രേഖപ്പെടുത്തിയ ഏറ്റവും അതിപ്രശസ്തമായ ഒരു സംഭവം, ഒരു വ്യക്തമായ സത്യം. ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് മനാഖിബുകൾ രേഖപ്പെടുത്തിയ കിതാബ് ബഹ്ജത്തുൽ അസ്റാർ. ബഹ്ജ രേഖപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ ഇവിടെ വായിക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷരീഫ് സയ്യിദി അഹ്മദ് ബിൻ അബി മുഹമ്മദ് അബുൽ ഗനായിം അൻ അബീഹി, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അബി അബ്ദുല്ലാഹ് തന്റെ പിതാവിനെ തൊട്ട്, തന്റെ പിതാവ് മുഹമ്മദ് അബുൽ ഗനായിമിനെ തൊട്ട് രേഖപ്പെടുത്തിയ ഹദീസ് ഒരു സംഭവം കാണാം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അബി അബ്ദുല്ലാഹ് തന്റെ പിതാവായ മുഹമ്മദ് അബുൽ ഗനായിം എന്നവരെ തൊട്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവം. എന്താണ് മുഹമ്മദ് അബുൽ ഗനായിം എന്താ പറയുന്നത്? ഹളർതു മജ്ലിസ ശൈഖിന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഹളർതു ഞാൻ ഹാളറായി മജ്ലിസ ശൈഖിന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിന് ഞാൻ ഹാജരായി. ഫീ സനത്തി 56 ഹിജ്റ 605. ബഹ്ജ രേഖപ്പെടുത്തിയ സംഭവമാണ്. വളരെ ചിന്തിക്കണം, നിഷേധിക്കാൻ സാധ്യമല്ല സുന്നികൾക്ക്. അല്ലാത്തവരെ പറ്റി ഇവിടെ വർത്താനമേ ഇല്ല. സുന്നികൾ ഇൽമിനെ ആഗ്രഹിക്കുന്നവർ, ഔലിയാഇന്റെ സൂര്യവെളിച്ചം പോലെ സ്ഥിരപ്പെട്ട സംഗതികൾ പുണ്യ റസൂലിനെ ഇന്നും നമ്മുടെ മുന്നിൽ ലഭിക്കും എന്നതിനുള്ള യാഥാർത്ഥ്യത്തെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സംഭവം. മുഹമ്മദ് അബുൽ ഗനായിം എന്നവർ പറയുന്നു, ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഹാജരായി ഹിജ്റ 605 ഒരിക്കൽ. വകാന ഫിൽ മജ്ലിസി യൗമഇദിൻ, ആ ദിവസം ആ മജ്ലിസിൽ നഹവ 10,000, ഏകദേശം 10,000-ഓളം ആളുകളുണ്ട് സദസ്സിൽ. വളരെ ചിന്തിക്കേണ്ട ഒരു വർത്താനം പറഞ്ഞേ. 10,000, 20,000, 70,000 ഒക്കെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10,000 ആളുകൾ അന്ന് മജ്ലിസിലുണ്ട്. ഹിജ്റ 605. ഹിജ്റ 605 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 900-ഓളം, ഒരു 850 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മജ്ലിസിൽ പങ്കെടുത്തു. മജ്ലിസിൽ വയലു അറിയാം, ഷെയ്ഖ് വയലു അറിയാം. ആരാ വയലു പറയുന്നത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി വയലു പറയാണ്. വയലിന്റെ മജ്ലിസിൽ ഞാൻ പങ്കെടുത്തു. ഇത് റബീഉൽ ആഖിറ, അവരുടെ ആണ്ടർതി നാടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, ഒരു സമയ. ബഹുമാനപ്പെട്ട ഒരു വഫാത്താകുന്നത് ബഹുമാനപ്പെട്ട റബീഉൽ ആഖിറിലാണല്ലോ. അതുകൊണ്ട് നാടാകെ, ലോകമാകെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും ആ മനാഖിബ് പറയുന്നതിലും ഇതിനൊരു പാഠമുണ്ട്. മാത്രമല്ല ഇതൊരു മഹത്തായ ഒരു കാര്യം അവരിലൂടെ ഇന്ന് തെളിയുകയാണ്. മുഹമ്മദ് അബുൽ ഗനായിം പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, ഇത് ബഹ്ജ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ ഹിജ്റ 605 ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ആ മജ്ലിസിൽ 10,000-ഓളം ആളുകളുണ്ട്. വകാന ശൈഖ് അലി ഇബ്നുൽ ഹീത്തി ജാലിസൻ തിജാഹ ശൈഖി, വലിയ ഓത്തുകാരനായ, വലിയ ഓത്തുകാരനും വലിയ പണ്ഡിതനും ഓത്തുകാരനായിരുന്നു അലിയുൽ ഹീത്തി റഹ്മത്തുള്ളാഹി അലി ഇബ്നുൽ ഹീത്തി. അന്ന് ആ സദസ്സിൽ വലിയ ബഗ്ദാദിലെ ഓത്തുകാരനായ വലിയ ഖാരിയായ, വലിയ ഖാരിയാണ്, വലിയ മനോഹരമായി ഖുർആൻ ഓതുന്ന മഹാനാണ് അലി ഇബ്നുൽ ഹീത്തി. അലി ഇബ്നുൽ ഹീത്തിയും ആ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തിയും അന്ന് ആ മജ്ലിസിലുണ്ട്. ഞാൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന ദിവസം ഞാനുണ്ട്. 10,000-ഓളം ആളുകളുണ്ട്. ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തിയും ഉണ്ട്. അദ്ദേഹം ആ കാലത്ത് ബഗ്ദാദിലെ വലിയ ഓത്തുകാരനാണ്, മനോഹരമായി ഖുർആൻ ഓതുന്ന വലിയ ഖാരിയാണ്, വലിയ ഓത്തുകാരനാണ്. അദ്ദേഹവും ഉണ്ട് ആ സദസ്സിൽ. കാന അലി ഇബ്നുൽ ഹീത്തി ജാലിസൻ, ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി തങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തിജാഹ ശൈഖി, വയലു പറയുന്ന ഷെയ്ഖിന്റെ നേരെ മുന്നിൽ. ഒരു പീഠത്തിന്റെ, ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പീഠത്തിന്റെ താഴെ ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹീത്തി ഇരിക്കുന്നുണ്ട്. വലിയ ഷെയ്ഖാണ്, വലിയ ആലിമാണ്, വലിയ ഒത്തുകാരനാണ്, വലിയ മഹാനാണ് ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി. അദ്ദേഹം ഇരിക്കുന്നുണ്ട് ഈ മജ്ലിസിൽ. 10,000-ഓളം ആളുകളുണ്ട്. എവിടെ ഈ സംഭവം രേഖപ്പെടുത്തിയത്? ബഹ്ജയിൽ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് രേഖപ്പെടുത്തിയ കിതാബാണ് ബഹ്ജത്തുൽ അസ്റാർ. ആ ബഹ്ജത്തുൽ അസ്റാറിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഷെയ്ഖ് അവറുകൾ മനോഹരമായി വഅള് പറയുന്നുണ്ട്. അങ്ങനെ ഫഅഖറതുഹു സിന, ഒരു തൂങ്ങിയ ഉറക്കം വന്നു. ആർക്ക്? ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തിക്ക് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ. ഷെയ്ഖ് വഅള് പറയാണ്, വഅളിന്റെ മുന്നിൽ നേരം
ഷെയ്ഖിനെ നോക്കിയിട്ട് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ വയൽ അറിയാം. ആ വയലിന്റെ നേരെ മുന്നിൽ ഷെയ്ഖിനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ആര്യ ഷെയ്ഖ് അലി ഇബ്നു ഹീത്തി എന്ന പണ്ഡിതൻ. ഷെയ്ഖ് അലി ഇബ്നു ഹീത്തി എന്ന പണ്ഡിതൻ നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന് തൂങ്ങിയുറക്കം, അദ്ദേഹത്തിന് ഒരു തൂങ്ങിയുറക്കം വന്നു. ആർക്ക്? അലി ഇബ്നു ഹീത്തിക്ക് റളിയല്ലാഹു അൻഹു. ഫഖാല ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ശ്രദ്ധിക്കണേ, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അദ്ദേഹം മെല്ലെ ഷെയ്ഖ് ഒന്ന് തൂങ്ങിയുറങ്ങി. നേരെ മുന്നിലിരിക്കുന്ന ഷെയ്ഖ് അലി ഇബ്നു ഹീത്തി ഒന്ന് തൂങ്ങിയുറങ്ങി. ആ തൂങ്ങിയുറക്കത്തിന്റെ നേരത്തെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പീഠത്തിലിരുന്ന് വെള്ളറിയാം. ആ നേരത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ ജനങ്ങളെ മിണ്ടാതിരിക്കുക, അടങ്ങി ഒരു ശബ്ദം പുറപ്പെടുക്കലി, മിണ്ടാതിരിക്കുക എന്നെല്ലാവരും ഉണ്ടായിരിക്കേ എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞു. എല്ലാവരും മിണ്ടാതെയിരുന്നു. ഒരു മനുഷ്യനും അപ്പോൾ മിണ്ടിയില്ല. വയല് പെട്ടെന്ന് നിർത്തി. അലി ഇബ്നുൽ ഹീത്തി മുന്നിലിരിക്കുന്നവർ തൂങ്ങി ഉറങ്ങാം. അപ്പോൾ വയല് നിർത്തി. ജനങ്ങളോട് ഷെയ്ഖ് പറഞ്ഞു, അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞു, മിണ്ടലേ, ആരും ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ സക്കത്തൽ ഖൗമു, ജനങ്ങൾ മിണ്ടാട്ടം നിർത്തി. ഹത്താ യഖൂലൽ ഖായിലു ഇന്നഹു ലാ യുസ്മഉ മിൻഹും ഇല്ലാ അൻഫാസുഹും. അവരുടെ ശ്വാസോച്ഛ്വാസം അല്ലാത്ത ഒന്നും സദസ്സിൽ കേൾക്കൂല. അങ്ങനെ നിശബ്ദമായി. 10,000 ആളുകൾ മിണ്ടാട്ടം നിർത്തി. ഇവിടെ ഷെയ്ഖ് അലിൽ ഹീത്തി മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? തൂങ്ങിയുറങ്ങ. മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞു. എല്ലാവരും മിണ്ടാട്ടം നിർത്തി. എന്ന് മാത്രമല്ല, ഒരു പറയുന്നവന് പറയാമെന്ന്, ജനങ്ങളുടെ ശ്വാസഗതിയല്ലാതെ, ശ്വാസശബ്ദമല്ലാതെ ഒന്നും കേൾക്കാനില്ല. ആ രൂപത്തിൽ നിശബ്ദമായി മജ്ലിസ്. അപ്പോൾ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ആര്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. മനസ്സിലാവണില്ലേ? താഴെ ഷെയ്ഖ് അലിൽ ഹീത്തി വയല് കേൾക്കുന്നിടയിൽ തൂങ്ങിയുറങ്ങി. സരസിനോട് പീഠത്തിലിരുന്ന് വയല് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ എന്ത് പറഞ്ഞു? മിണ്ടായിരിക്കുന്നോ? ആരും പിന്നെ മിണ്ടിയില്ല. 10,000-ഓളമുള്ള മജ്ലിസ് നിശബ്ദമായി. അപ്പോൾ ഫനസല അയലൽ കുർസി, ഈ ഉയർത്തിക്കെട്ടിയ വലിയ കസേരയുടെ, ഈ വലിയ വയല് പറഞ്ഞ കസേരയിൽ നിന്ന് താഴേക്ക് നിലത്തേക്ക് ഇറങ്ങി വന്നു. ആര്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. എന്നിട്ടോ ഫവഖഫ, എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു നിന്നു. ബൈന യദൈ ഷെയ്ഖ് അലിൽ ഹീത്തിയുടെ മുന്നിൽ മുതഅദ്ദിബൻ, വളരെ അതപോടെ നിന്നു. അതായത് വയല് നിർത്തി. നേരെ വയല് പറയാൻ ഇരിക്കുന്ന പീഠത്തിന്ന് ഇറങ്ങി വന്നു. ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് തൂങ്ങി ഉറങ്ങുന്ന ഷെയ്ഖ് അലിയുൽ ബിനുൽ ഹീത്തിയുടെ മുന്നിൽ അങ്ങനെ മുതഅദ്ദിബൻ, വളരെ അതപോടെ നിന്നു. വജഅല യഹ്ദഖു ഇലൈഹി, അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അതപോടെ നിന്നു. തൂങ്ങി ഉറങ്ങുന്ന മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അതപോടെ നിന്നു. ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. സുമ്മസ്തൈഖദ ഷെയ്ഖു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കമുണർന്നു. തൂങ്ങിയുറങ്ങുന്ന ഷെയ്ഖിന്റെ മുന്നിൽ വന്നിട്ട് വളരെ അതപോടെ ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ സൂക്ഷിച്ചു നോക്കി അതപോടെ നിന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. സുമ്മസ്തൈഖദ, പിന്നെ ഷെയ്ഖ് ഉറക്കമുണർന്നു. തൂങ്ങിയുറങ്ങിയിരുന്നു, ഉറക്കമുണർന്നു. ആര്? അലി ഇബ്നുൽ ഹീത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അപ്പോൾ തൂങ്ങി ഉറങ്ങിയ, ഇപ്പോൾ ഉറക്കമുണർന്ന ആളോട്, അലി ഇബ്നുൽ ഹീത്തിയോട്, അതുവരെ അലി ഇബ്നുൽ ഹീത്തിയുടെ മുന്നിൽ അതപോടെ നിൽക്കുന്നു ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ. അവർ ചോദിച്ചു, ഹൽ റഅയ്ത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, നിങ്ങളിപ്പോ നബിയെ സ്വപ്നത്തിൽ കണ്ടില്ലേ? ഉറങ്ങിയ ആളല്ല പറയുന്നത്. ഉറങ്ങിയ ആള് പറയല്ല, ഞാൻ ഈ ഉറങ്ങിയ ഇടയില് നബിയെ സ്വപ്നത്തിൽ കണ്ടു എന്ന് ആര് പറയല്ല? ഉറങ്ങിയ അലി ഇബ്നുൽ ഹീത്തി പറയല്ല, ഉറങ്ങാത്ത മനുഷ്യൻ. വയല് പറയുന്നു, കുർസിന്ന് ഇറങ്ങി താഴെ നിന്നു. വഖഫ, നിന്നു. ബൈന യദൈ ഷെയ്ഖ്, ഉറങ്ങുന്ന ഷെയ്ഖിന്റെ മുന്നിൽ വന്ന് നിന്നു. മുതഅദ്ദിബൻ, അതപോടെ ഫയഹ്ദഖു ഇലൈഹി, സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ആ മനുഷ്യനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങള് ഈ തൂങ്ങി ഉറങ്ങിൽ കഴിഞ്ഞു ഉണർന്ന ഷെയ്ഖിനോട് ചോദിച്ചു, റഅയ്ത റസൂലല്ലാഹ്,
നിങ്ങളിപ്പോ നബിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. കാരണം അത് കണ്ടു പറഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ അജ്ലിഹി തഅദ്ദബ്തു, റസൂൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അദബോട് കൂടെ വന്നു നിന്നത് എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഉറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല. അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. മിൻ അജ്ലിഹി തഅദ്ദബ്തു, ഹബീബായ നബി മജ്ലിസിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അദബോട് കൂടി നിന്നത് എന്ന് പറഞ്ഞു. ശരി, ഫമാ ഉസാക്ക, ശരി നബി എന്റെ നിങ്ങളോട് പറഞ്ഞു, ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്താ പറഞ്ഞേ? കാല, അപ്പോൾ അലി ഇബ്നുൽ ഹിത്തി പറഞ്ഞു, ബി മുലാസമത്തിക, നിങ്ങളെ വിടാതെ പിടിച്ചോളി എന്നോട് പറഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളോട് അലി ഇബ്നുൽ ഹിത്തി പറഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ചോദിച്ചു ഇയാളോട്, റസൂലുള്ളാഹി സ്വപ്നത്തിൽ കണ്ടില്ലേ? ആ കണ്ടു. എന്തേ നബി പറഞ്ഞേ? ഒന്ന് പുറത്തു പറയും. അപ്പോൾ പറഞ്ഞു, ബി മുലാസമത്തിക, നിങ്ങളെ വിടാതെ കൂടണം, നിങ്ങളെ വിടാതെ പിടിക്കണം എന്നാണ് എന്നോട് നബി ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു, പ്രഭാഷണം തുടങ്ങി കഴിഞ്ഞു. പിന്നീട് ഫസുഇല ശൈഖ് അലി ഇബ്നുൽ ഹീത്തി, മഹാപണ്ഡിതനായ അലി ഹീത്തിയോട് ചോദിക്കപ്പെട്ടു, അൻ ഖൈൽ ശൈഖ് അബ്ദുൽ ഖാദർ, ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ വാക്കിനെ തൊട്ട് ചോദിക്കപ്പെട്ടു. മിൻ അജ്ലിഹി തഅദ്ദബ്തു, നിങ്ങൾ നബിയെ കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ അദബോട് കൂടി വന്നു നിന്നത് എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജിലാനി പറഞ്ഞ വാക്കിനെ തൊട്ട് അലിൽ ഹീത്തിയോട് ചോദിക്കപ്പെട്ടു, ആ വാക്കിന്റെ അർത്ഥം കൂടി പറഞ്ഞേരി. നിങ്ങൾ നബിയെ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ അദബോട് വന്ന് നിന്നത് എന്ന് ഷെയ്ഖ് പറഞ്ഞില്ലേ? അതിനെപ്പറ്റി പിന്നെ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തിയോട് തന്നെ ചോദിക്കപ്പെട്ടു, എന്താണ് ഷെയ്ഖ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഖാല, അപ്പോൾ അലി ഇബ്നുൽ ഹീത്തി പറഞ്ഞു, അല്ലദീ റഅയ്തുഹു ഫിൽ മനാമി റആഹു യഖ്ളാ, അല്ലദീ റഅയ്തുഹു ഫിൽ മനാമി, ഞാൻ ഹബീബായ നബിയെ ഉറക്കത്തിൽ കണ്ടു. റആഹു ശൈഖ് യഖ്ളാ, അബ്ദുൽ ഖാദർ ജിലാനി നേരിട്ട് കണ്ടു. മനസ്സിലായില്ലേ? എവിടെയുണ്ട് സംഭവം? ബഹ്ജത്തുൽ അസ്റാറിലുണ്ട്. ബഹ്ജേദ സുന്നികൾ അംഗീകരിക്കുന്ന കിതാബ്, 4 മദ്ഹബിലും പെട്ട അഹ്ലുസുന്നയുടെ ഉലമാ അംഗീകരിക്കുന്ന ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ മനാഖിബുള്ള കിതാബാണ് ബഹ്ജത്തുൽ അസ്റാർ. ബഹ്ജത്തുൽ അസ്റാർ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. الذي رأيته في المنام رآه شيخ عبد القادر يقلى. അലി ഇബ്നുൽ ഹീത്തി പറഞ്ഞു, ഞാൻ ഉറക്കിലാ കണ്ടത്, അവരോ ഉണർച്ചയിൽ നേരിട്ട് കണ്ടു. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം കാണുന്നത് ആര് കണ്ടു? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ ഉണർച്ച കണ്ടു, നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇവിടെ നബി വന്നിട്ടുണ്ട്, ഉസ്കുത്തു, മിണ്ടാതിരിക്കേന്ന് 10,000-ഓളം ആളുകളോട് മിണ്ടാതിരിക്കേന്ന് ഷെയ്ഖ് പറഞ്ഞപ്പോൾ സക്കത്തു, ജനം മിണ്ടാതിരുന്നു മാത്രമല്ല, ഹത്താ യഖൂല ലിൽ ഖായിലി ഇന്നഹു ലാ യുസ്മഉ മിൻഹും സൗതുന അൻഫാസിഹിം, ജനങ്ങളെ ശ്വാസമല്ലാതെ വേറൊന്നും ആ മജ്ലിസിലില്ല. ആ നിലക്ക് നിശബ്ദമായി. ഷെയ്ഖ് ഇറങ്ങി വന്ന് അതുപോലെ നിന്നു. ഷെയ്ഖ് തന്റെ തിൽമീദ അലി ഇബ്നുൽ ഹീത്തി വലിയ പണ്ഡിതനാണെങ്കിലും അലി ഇബ്നുൽ ഹീത്തി തന്നെ മുരീദുവാ. ഈ അലി ഇബ്നുൽ ഹീത്തിയുടെ മുന്നിൽ എന്തിനാണ് ഷെയ്ഖ് അതുപോലെ വന്നത്? ഉസ്താദ് എന്തിനാണ് ഇവിടെ ശിഷ്യനെ ബഹുമാനിച്ചത്? ഷെയ്ഖ് എന്തിനാ മുരീദിനെ ബഹുമാനിച്ചത്? ഒന്നിനല്ല, മുരീദിനെ അല്ല ബഹുമാനിച്ചാര്യ ഹബീബാ നബിയെ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അവിടെ ഹബീബാ നബി നേരിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനിച്ച ഹബീബാ നബിയാണ്. അല്ലദീ റഅയ്തുഹു ഫിൽ മനാം, അലി ഇബ്നുൽ ഹീത്തി പറഞ്ഞു, അല്ലദീ റഅയ്തുഹു ഫിൽ മനാം, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഒരേ സമയത്ത് 2 കാര്യം സംഭവിച്ചു. ഒന്ന്, ഒരാൾ നബിയെ ഉറക്കിൽ കണ്ടു, അതേ നേരത്തെ വേറൊരാൾ നബിയെ ഉണർച്ചി കണ്ടു. വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്നും, എന്തേ വസിയത്ത് പറഞ്ഞതെന്ന് ചോദിക്കണമെങ്കിൽ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്നും ഷെയ്ഖായ എന്നെ പിടിക്കണം എന്നുള്ള കാര്യവുമെല്ലാം ഇവിടെ മുരീദിനെ അറിയുന്നത് പോലെ ഈ വാക്ക് ആര് കേട്ടു? ഷെയ്ഖും കേട്ടു. ഒരാൾ ഉറക്കിൽ കേട്ടു, ഒരാളോ ഉണർച്ചയിലും കേട്ടു. അതുകൊണ്ടാണല്ലോ അതൊന്ന് പറയുന്നു പറഞ്ഞത്. ഇതിനെ നമ്മൾ ചിന്തിക്കണം. ഇതൊരു സുന്നിക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ഒരു സുന്നിയായ, ഒരു മുഅ്മിനായ, ഒരു സുന്നിയായ മനുഷ്യൻ നിശ്ചയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? الذي رأيته في المنام وقد رآه في اليقظة. ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി പറഞ്ഞു, ഞാൻ ഉറക്കിൽ കണ്ടു, എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി ഉണർച്ചയിലും കണ്ടു. ഒരു സംഭവം കൂടി പറയാ, ചിന്തിക്കണം. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അൽ കവാകിബ് അസ്സാഹിറ എന്ന ഗ്രന്ഥത്തിൽ അൽ ആരിഫ് ബില്ലാഹ് ഇബ്നു മുഗൈസിൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു സംഭവം എന്താ പറയുന്നത്?
അന്ന ഷേഖ് അഹ്മദ് ശിഹാബുദ്ദീൻ ഇബ്നു അലി ദജ്ജാനി അൽ ഹുസൈനി, പ്രഗൽഭനായ പിൽക്കാലത്ത് പ്രഗൽഭനായി അറിയപ്പെട്ട പണ്ഡിതനായ ഷെയ്ഖ് അഹ്മദ് ശിഹാബുദ്ദീൻ ഇബ്നു അലി ദജ്ജാനി അൽ ഹുസൈനി ബഹുമാനപ്പെട്ടവർക്ക് കാന ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഹുസൈൻ ദജ്ജാനി തങ്ങൾക്ക് ചെറുപ്പകാലഘട്ടത്തിൽ നഹ്വ് പഠിച്ചാൽ മനസ്സിലാകൂലായിരുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ശിഹാബുദ്ദീൻ അലി ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ചെറുപ്പകാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് നഹ്വ് പഠിച്ചാൽ തിരിയൂല. ഷമിയ ബൈത്തുൽ മുഖദ്ദസിൽ വിജ്ഞാനം പഠിക്കുന്ന കാലമാണ്. ആര്? ബഹുമാനപ്പെട്ട അഹ്മദ് ശിഹാബുദ്ദീൻ ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അൽ കവാകിബുസ് സാഹിറയിൽ ബഹുമാനപ്പെട്ട അൽ ആരിഫ് ഇബ്നു മുഖൈസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് നഹ്വ് പഠിച്ചാൽ തലേ കയറൂല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് നഹ്വ് പഠിച്ചാൽ തിരിയില്ല. അങ്ങനെയായിരുന്നു. നഹ്വ് കാര്യമായി അതിമേൽ പഠിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നഹ്വിൽ പല തെറ്റും ഈ ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് ശിഹാബുദ്ദീൻ അലി ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഹ്മദ് ശിഹാബുദ്ദീൻ ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചെറുപ്പകാലത്ത് നഹ്വ് തീരെ തിരിയില്ല. ഒരു അറബി വാക്ക് പറഞ്ഞാൽ തെറ്റിപ്പോകും. അങ്ങനെയായിരുന്നു. പഠിക്കാൻ എവിടെ പഠിക്കുന്നത്? ബൈത്തുൽ മുഖദ്ദസിലെ ദർസിൽ പഠിക്കുക. ബഹുമാനപ്പെട്ട അഹ്മദ് ശിഹാബുദ്ദീൻ അലി ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിലെ ദർസിൽ പഠിക്കുന്ന കാലം എന്തുണ്ടായി? മസ്ജിദുൽ അഖ്സയിൽ ആളുകൾ ദിക്റിനും മറ്റും വന്നിരിക്കുന്ന ഒറ്റക്കിരിക്കുന്ന ഒരു മുറിയുണ്ട്. ആ മുറിയിൽ വന്നിരിക്കുകയാണ്. ആര്? അഹ്മദ് ശിഹാബുദ്ദീൻ ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹി. പഴയകാലത്തെ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നു ഖൽവത്തിന്റെ മുറികൾ. ഖൽവത്തിന്റെ മുറിവുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വലിയ മശായിഖന്മാർ ഒറ്റക്ക് വന്നിരുന്ന് അതേപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് ദിക്ർ ചെല്ലുക, ദുആ ചെയ്യുക. അതിനുവേണ്ടി പഴയ കാലത്ത് ഖൽവത്തിന്റെ മുറികൾ ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലും ഉണ്ട്. ഇന്നുണ്ട് ചില ഏരിയകളൊക്കെ ഖൽവത്തിന്റെ ഏരിയകൾ ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ശിഹാബുദ്ദീൻ തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ ഒറ്റക്കിരിക്കുന്ന നേരത്ത് ഇത് കൂശിഫ ബി റൂഹാനിയത്തിൻ നബിയിൽ മുസ്തഫ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേറി വന്നു. ഹബീബായ റസൂലുള്ളാഹി പഠിക്കുക. ഞാൻ ഒറ്റക്കിരിക്കാണ് ബൈത്തുൽ മുഖദ്ദസിലെ ഒരു മുറിയിൽ. അപ്പോൾ റസൂലുള്ളാഹി കേറി വന്നു. പുണ്യ മുഹമ്മദ് മുസ്തഫ മനാമല്ല യഖ്ലത്തിൽ കേറി വന്നു. നേരിട്ട് റസൂലുള്ളാഹി കേറി വന്നു. അപ്പോൾ ഹബീബായ നബി എന്നോട് പറഞ്ഞു, അഹമ്മദ് തഅല്ലമി നഹ്വ, നിനക്ക് നഹ്വ ഒന്ന് പഠിച്ചൂടെ? എന്താണെങ്കിൽ നീ ഭർത്താൻ പറഞ്ഞൊക്കെ പേക്കുണ്ടല്ലോ. അഹമ്മദ് തഅല്ലമി നഹ്വ, നീ അറബി ഗ്രാമർ പഠിക്കണം. അറബി ഗ്രാമർ പഠിക്കാതെ എങ്ങനെ മുന്നോട്ട് പോവാ? അഹമ്മദ് എന്നോട് വന്ന് പറഞ്ഞു, അഹമ്മദ് തഅല്ലമി നഹ്വ. ആരെ പറയണത്? ഉറക്കല്ല, നേരിട്ട് വന്ന് പറയാ. ആര്? ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു, അപ്പോൾ ഞാൻ ഹബീബായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി, നബി എന്നാ എനിക്കൊന്ന് പഠിപ്പിച്ചേരി. അലയ്യ ശൈഅൻ മിൻ ഉസൂലിൽ അറബിയ്യ, അറബിയുടെ അടിസ്ഥാനമായ ഒരു കാര്യം നബി എനിക്ക് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. ഫഅൽഖാലി, ഹബീബായ നബി എനിക്ക് ഇട്ടുന്നു ഒരു ശൈഅൻ മിൻ ഉസൂലിൽ അറബിയ്യ, അറബി ഭാഷയുടെ ഉസൂലുകളിൽപ്പെട്ട ഒരു ഉസൂൽ നബി എനിക്ക് പഠിപ്പിച്ചു തന്നു നേരിട്ട്. ആര് പറയാ? അഹ്മദ് ശിഹാബുദ്ദീൻ ദജ്ജാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഹബീബായ നബി വന്നു, അഹ്മദ് പേക്കുണ്ടല്ലോ, നഹ്വ് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി ഞങ്ങൾ പഠിപ്പിച്ചേരി. അപ്പോൾ ഉസൂൽ അറബിയ്യ, അറബി ഭാഷയിലെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ ഹബീബായ നബി എന്നെ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയുടെ ചില അടിസ്ഥാനങ്ങൾ എന്നെ പഠിപ്പിച്ചതിന് ശേഷം നേരിട്ടുള്ള സംഭവം ഓർക്കല്ല, നബി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നബി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ലഹഖ്തുഹു, ഞാൻ നബിയുടെ പിന്നാലെ കൂടി. ഇലാ ബാബിൽ ഉർഫ, ആ മുറിയുടെ വാതിൽക്കൽ വരെ നബിയുടെ പിന്നാലെ ഞാനും കൂടി. നബി ഇറങ്ങിപ്പോയി, ഞാൻ പിന്നാലെ ഓടി വന്നു. ഫഖുൽതു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. വല്ലമ്മംതു, ഞാൻ ലമ്മാണ് കൂട്ടിയത്, അല്ലാമലാമിന്. യാ റസൂലല്ലാഹ് എന്നാ പറയേണ്ടത്. മുളാഫ് മുളാഫ് ഇലൈഹിയിലേക്ക് നിദാന്റെ ഹർഫ് വന്നാൽ അവിടെ മനസ്സിലായില്ലേ? യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ പാടില്ല. പറയേണ്ട യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്നാ പറയേണ്ടത്. പക്ഷേ ഞാൻ എന്ത് പറ്റിപ്പോയി? നബി പറഞ്ഞല്ലോ, നിനക്ക് ഇടക്കിടക്ക് പേര് വെച്ചിട്ടുണ്ട്. അഹ്മദേ,
പഠിക്കണം കേട്ടോ നെഹ്ബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നെഹ്ബ് കുറച്ച് കാര്യം നബിക്ക് പറഞ്ഞു തന്നു. പിന്നെ പോവുക റസൂലുള്ള. അപ്പോൾ ഞാൻ നബിയുടെ പിന്നാലെ കൂടി. ഞാൻ പിന്നാലെ കൂടിയിട്ട് ഞാൻ പോയി ബാക്ക് പോയിട്ട് റൂമിന്റെ വാതിൽക്കലേക്ക് നബി എത്തിയപ്പോഴത്തേക്ക് ഞാൻ പിന്നാലെ കൂടി ഓടി നബിന്റെ അടുത്തെത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. വല്ലമ്മംതു അല്ലാമ, ലാമിൻ ഞാൻ ലമ്മാക്കി. എന്താ പറയേണ്ടത്? ഫതഹാണ്. യാ റസൂലല്ലാഹ് എന്ന് പറയേണ്ടടുത്ത് യാ റസൂലുള്ളാഹ് എന്ന് ഞാൻ പറഞ്ഞു പോയി. ഫആദ ഇലയ്യ, അപ്പൊ നബി തിരിച്ചു വന്നു. മുറിന്റെ വാതിൽക്കിലേക്ക് പോയ നബി തിരിച്ചു വന്നു. വഖാല, എന്നോട് പറഞ്ഞു അമാ അല്ലംതുക അല്ലാ തൻഹാന, തെറ്റിക്കരുത്, വാക്ക് അറബി വാക്ക് തെറ്റിക്കരുത് എന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഖുൽ യാ റസൂലല്ലാഹ് ബിഫതഹില്ലാ, ഖുൽ യാ റസൂലല്ലാഹ് ബിഫതഹില്ലാ. ലാമിന് ഫതഹാക്കിയിട്ട് എന്ത് പറയേ? യാ റസൂലല്ലാഹ് എന്ന് പറയേ. എങ്ങനെ പറയരുത്? യാ റസൂലുള്ളാഹ് എന്ന് പറയരുത്. എന്ത് പറയണം? യാ റസൂലല്ലാഹ് ബിഫതഹില്ലാ, ഖുൽ യാ റസൂലല്ലാഹ് ബിഫതഹില്ലാ. ലാമിന് ഫതഹാക്കി യാ റസൂലല്ലാഹ് എന്ന് പറയേ എന്ന് ഹബീബായ നബി പറഞ്ഞു. ഫസ്തഖൽതു ബിന്നഹ്വി, അങ്ങനെ ഞാൻ നഹ്വ് പഠിച്ചു. ഫഫുതിഹ അലയ്യ, എനിക്കിങ്ങോട്ട് ഫതഹായി. പിന്നെ എനിക്ക് നഹ്വിൽ കിട്ടാത്തൊരു കാര്യമില്ല. നഹ്വിനെ പഠിപ്പിച്ചത് ആരാ? പുണ്യ മുഹമ്മദ് മുസ്തഫ. എങ്ങനെ പഠിപ്പിച്ചത്? ഖത്തിൽ നേരിട്ട് നിങ്ങളെ ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് അഹ്മദ് തജാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വർക്കല്ല സ്വപ്നമല്ല യഖ്ലാ, നേരിട്ട് ഞാൻ മുറിയിൽ ഇരിക്കുമ്പോൾ ഹബീബായ നബി പറഞ്ഞു. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം ദഹബി മനാഖിബുൽ ഇമാം അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം. ആരാ പറയുന്നത്? അൽ ഇമാം അൽ ഹാഫിദ് ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി. ഹാഫിദ് ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി മനാഖിബുൽ ഇമാം അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം കൂടി ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം. അലി ഹുസൈൻ ഇബ്നു സ്വാലിഹ് എന്ന മഹാനെ തൊട്ട് ആരാ രേഖപ്പെടുത്തും? വലിയ സൂക്ഷ്മശാലിയായ, താരീഖൊക്കെ രേഖപ്പെടുത്തുന്നതിൽ ഏറെ സൂക്ഷ്മശാലിയായ ആളാണ് ഇമാം ദഹബി. അവർ രേഖപ്പെടുത്തുകയാണ്, ഷെയ്ഖ് അലി ഇബ്നു സ്വാലിഹ് എന്ന ആളെ തൊട്ട് പറയുന്നു. കാല ഷെയ്ഖ് അലി ഇബ്നു സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദഖൽതു അലാ അഖീ ഇൻദൽ ഇഹ്തിലാരി വഹുവ സിഖത്തുൻ. ഉള്ള ദീനൊക്കെ അനുസരിച്ച് നല്ല വിശ്വസ്തമായ ജീവിതം ജീവിച്ച് ശുദ്ധമാനായി നല്ലവനായി ജീവിച്ച ആളായിരുന്നു എന്ന ഒരു സഹോദരൻ എനിക്കുണ്ടായിരുന്നു. അലിയുൽ ഹുസൈൻ, അലിയുൽ ഹസൻ ഇബ്നു സ്വാലിഹ് എന്ന ഷെയ്ഖ് പറയുന്നു. ആ ഷെയ്ഖിൽ നിന്ന് മനാഖിബ് അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാം ദഹബി, ഹാഫിദ് ദഹബി രേഖപ്പെടുത്തുന്ന സംഭവമാണ്. മനാഖിബുൽ ഇമാം അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ദഹബിയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അലിൽ ഹസൻ ഇബ്നു സ്വാലിഹ് എന്ന ഷെയ്ഖിൽ നിന്ന് അദ്ദേഹം പറയുന്നു, എനിക്ക് വളരെ വിശ്വസ്തനായ നല്ലവനായ സ്വാലിഹായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ മരണാസന്നനായപ്പോൾ ഞാൻ മരണാസന്നനായ, അതായത് സക്രാത്തിന്റെ ഹാലിലുള്ള എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ സഹോദരന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ശ്രദ്ധിക്കണ വിഷയം. ഇതിന് ഉപോത്ബലകമായ സംഭവം മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും സ്വപ്നത്തിൽ നബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന മുമ്പെങ്കിലും മുത്തുനബിയെ കാണുമെന്ന് 2ാം പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരിൽ ഉദ്ധരിച്ച്? ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ബലപ്പെട്ട വേറൊരു സംഭവം തെളിവാണ് ഈ പറയുന്നത്. ഇമാം ദഹബി ഉദ്ധരിക്കുന്ന ഈ സംഭവം. ഷെയ്ഖ് അലി ഇബ്നു സ്വാലിഹ് പറയുന്നു, എന്റെ ജ്യേഷ്ഠൻ സഹോദരന് മരണാസന്നനായപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അദ്ദേഹം മരണത്തിന്റെ വേളയിലാണ്. ഫസഅൽതുഹു, എന്നിട്ട് ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, കൈഫ തജിദുക, നീ നിന്നെ എങ്ങനെയാണ് ഇപ്പോൾ എത്തിക്കുന്നത്? നിനക്ക് നിന്നെ പറ്റി ഇപ്പൊ എന്ത് മനസ്സിലാവും? കൈഫ തജിദുക, നീ നിന്നെ എങ്ങനെ എത്തിക്കുന്നു എന്ന് വെച്ചാൽ, അവനവന് മരിക്കണ നേരത്ത് ഞാൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ മരിക്കണ നേരത്ത് അവനവന് ബോധ്യപ്പെടും. നീ നിന്നെ പറ്റി ഇപ്പൊ എന്താ മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ, എന്റെ ജ്യേഷ്ഠൻ മരണാസന്നനായ ഇഹ്തിലാറ, അതായത് സയ്യിദ്ന അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിക്കുന്ന അവസ്ഥക്കായി ഇഹ്തിലാർ എന്നറിയാം, മരണാസന്നൻ. ആ സമയത്ത് ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ മുറിയിൽ കയറി ചെന്ന്, അവൻ നല്ലവനാ, അവന്റെ മുറിയിൽ കയറി ചെന്ന് ചോദിച്ചു, നീ ഇപ്പോൾ നിന്നെ എങ്ങനെ എത്തിക്കുന്നു, എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ? അപ്പോൾ ജ്യേഷ്ഠൻ മറുപടി പറഞ്ഞു, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരു ആയത്തിന്റെ ഭാഗമാണല്ലോ. ഏത്? ഫഉലൈക മഅല്ലദീന
അന്നമല്ലാഹു, ഇതൊരു ആയത്തിന്റെ ഭാഗം. ഞാൻ ജേട്ടനോട് ചോദിച്ചു, ജേട്ടാ നിന്റെ അവസ്ഥ ഇപ്പൊ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നീ എന്താ നിനക്കിപ്പോ കാണുന്നത്? നിന്റെ അവസ്ഥ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മരണാസന്നനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശരീരത്തിൽ പ്രവേശിച്ച മരണാസന്നനായ ഈ ചേട്ടൻ എന്നോട് എന്ത് പറഞ്ഞു? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ ഫതവഹംതുഹു യത്ലുൽ ആയ. ഇത് ജേട്ടൻ ഓതിയപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഒരു ആയത്ത് ഓതുകയാണ്. നിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? നീ നിന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജേട്ടൻ ഒരു ആയത്തോതാ ചെയ്ത്. അപ്പൊ ഒരു ആയത്തോതിയതാണ്, അതെനിക്ക് മറുപടി അല്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അതഖറഉ അം തറാ ശൈഅൻ? ഈ ആയത്തിന്റെ അർത്ഥം എന്താ? മഅല്ലദീന അൻഅമല്ലാഹു, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെയായിരിക്കും. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ, ഈ 4 ഭാഗത്തിന്റെ കൂടെ ആയിരിക്കുന്ന ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഇത് ഈ ആയത്ത് മറുപടിയായി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, തഖറഉ അൻത, ഈ ഓതാണോ? അം തറാ ശൈഅൻ, അതാ ജീവല്ലോ കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഫഖാല, ജേട്ടൻ എന്നോട് ചോദിച്ചു, ഇത് വലിയ ഔലിയാപ്പാപ്പായിട്ട് അഫലാ തറാ ശൈഅൻ, ഈ ഒന്നും കാണില്ലേ? മരണാസന്നനായ ജേട്ടനോട് ചോദിക്കുക, നീ നിന്നെ എങ്ങനെ എത്തിക്കുന്നു? അപ്പോൾ ആയത്തോതി മഅല്ലദീന. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ആയത്തോതിയാണോ അതോ വല്ലതും കണ്ടു പറയാണോ? അപ്പോൾ പറഞ്ഞു, അഫലാ തറാ ശൈഅൻ, ഞാൻ കണ്ടു പറയാമോ, ഈ കാണില്ലേ എന്ന് ഷെയ്ഖ് അലി ഹസൻ പറയാണ്. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ചേട്ടൻ, ഈ ഒന്നും കാണില്ലേ? ഫഖുൽതു ലാ, ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല. ഫമാ തറാ, ഈ എന്താ കാണുന്നത്? ജേട്ടനോട് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ ജേട്ടൻ പറഞ്ഞു, എന്നല്ല ബലാതെ ഞാൻ പലതും കാണുന്നുണ്ട്. അപ്പോൾ ജേട്ടൻ കയ്യാണ് ഉയർത്തി. ഖാല, എന്നിട്ട് പറഞ്ഞു, ആദാ നബിയുല്ലാഹി മുഹമ്മദു, പുണ്യ റസൂലിന്റെ തൊട്ട് മുന്നിലുണ്ട്. യൽഹഖു ഇലയ്യ, എന്നിലേക്ക് ചിരിച്ചു നിൽക്കുന്നുണ്ട്. വയുബശ്ശിറുനി, എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ബിൽ ജന്നത്തി, സ്വർഗ്ഗം കൊണ്ട്. اللهم اجعلنا منهم 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 برحمتك يا ارحم الراحمين. നേട്ടം പറഞ്ഞു, എന്ത്? നബിയൽ മുസ്തഫ വറക്കല്ല യഖ്ലത്തെ നേരിട്ട് ഞാൻ ഹബീബായ നബിയെ കാണുന്നുണ്ട്. യൽഹഖു ഇലയ്യ, ഹബീബായ നബി എന്നിലേക്ക് ചിരിക്കുന്നുണ്ട്. വയുബശ്ശിറുനി, ഹബീബായ നബി എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട്. വഹഉലായി മലായികത്തുൻ കദാലിക മഅഹു, റസൂലുള്ളാഹിന്റെ കൂടെ ആരുണ്ട്? മലക്കുകളുണ്ട്. വൽ ഹൂറുലീൻ, ഹൂറുലീങ്ങളുണ്ട്. സ്വർഗീയരായ അപ്സരസുകളായ ഹൂറുലീങ്ങൾ വന്നിട്ടുണ്ട്, മലക്കുകൾ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളാരും കാണില്ലേനോ? അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? മഅല്ലദീന, ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട്, ഞാൻ ബിയാക്കളെ കൂടെയാണ്. ഇവിടെ തൊട്ട് മുന്നിൽ ആരുണ്ടല്ലോ, പുണ്യ മുഹമ്മദ് മുസ്തഫ എന്ന് തന്റെ ജ്യേഷ്ഠന്റെ മരണാസന്നനായ സമയത്തെ സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി ഹസൻ ബിൻ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആരാണ് ഉദ്ധരിക്കുന്നത്? ഹാഫിൾ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മനാഖിബുൽ ഇമാം അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നീട്ടുന്നില്ല. 3ാമത്തെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. 4ാമത്തെ പ്രഭാഷണത്തിൽ വീണ്ടും പറയും. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതകാലത്ത് യഖ്ലത്തിൽ കണ്ട ആളുകളുടെ സംഭവങ്ങൾ അനവധിയാണ്. അതിനെ നിഷേധിക്കരുത്. പിന്നെ അന്നാസു അദൗ മാ ജഹിലു, മനുഷ്യൻ അവനെ അറിയാത്തതിന്റെ ശത്രു സ്വാഭാവിക. 40 കൊല്ലം ഉറങ്ങാത്തവരെന്ന് പറഞ്ഞാൽ ശരിക്കും 50 കൊല്ലം ഉറങ്ങാത്തവരുണ്ട്, 60 കൊല്ലം ഉറങ്ങാത്തവരും ഉണ്ട്. അങ്ങനെയുണ്ട്. ചിന്തിക്കണം. മരിച്ചിട്ട് വർത്തമാനം പറഞ്ഞ്, മരിച്ചിട്ട് സംസാരിച്ച്, ആയിരക്കണക്കിന് ഔലിയാക്കളുണ്ട്. ആയിരക്കണക്കിന് മരിച്ചു സംസാരിച്ചവര്. നമുക്ക് ജീവിതകാലത്ത് തന്നെ ഉണ്ടാൻ വയ്യ, അത് വേറെ അർത്ഥം. നമുക്ക് ജീവിക്കുമ്പോൾ തന്നെ ഉണ്ടാൻ വയ്യ, നല്ലൊരു വാക്ക് പറയാൻ വയ്യ. അല്ലാതെ ആരിഫീങ്ങളോ മരിച്ചിട്ട് സംസാരിച്ച ആയിരക്കണക്കിന് ഔലിയാക്കളുണ്ട്, ഭാര്യക്കളുണ്ട്. മനുഷ്യൻ ഇതൊക്കെ കിതാബുകൾ ഉദ്ധരിച്ച് പറയാ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇതൊക്കെ എഴുതി വെച്ച ആളുകൾ ഒരിക്കലും കള്ളന്മാരല്ല. ഒരു ആര് പറഞ്ഞാലും അവരാക്കപത്ത് നഷ്ടവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവരൊന്നും പൊളിവാക്കി എഴുതി വെച്ചവരല്ല. ബലപ്പെട്ട കാര്യങ്ങളല്ലാതെ റിക്കാർഡ് ചെയ്തിട്ടില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി യഖ്ലത്തുൽ ഹബീബ നബിയെ കണ്ട ഒരു സംഭവം കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു.
ഇന്നിതാ വീണ്ടും പറഞ്ഞു യഖ്ലത്ത്. നേരിട്ട് ഈ കഴിഞ്ഞ പ്രഭാഷണം, ഈ വിഷയത്തിന്റെ 2ാം പ്രഭാഷണത്തിൽ ഹബീബായ നബി നേരിട്ട് വന്ന് ളുഹറിന്റെ മുമ്പ് വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കാനിരുന്നത്. എന്നിട്ടോ പിന്നെ ഒരു വിഷമം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. വായിൽ തുപ്പിത്തന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വട്ടം വായിലേക്ക് തുപ്പിത്തന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മുർത്തദ 6 ആക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളത് പൂർത്തിയാക്കാത്തത്? അപ്പോൾ പറഞ്ഞു, എന്ത് റസൂൽ 7 ആക്കുമ്പോൾ ഞാൻ 6 ആക്കിയതാണ്, അത് അദബാണ് എന്നോട് മറുപടി പറഞ്ഞു. ഇതൊക്കെ യഖ്ലത്താണ്. ആരുടെ? ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി. മനാമല്ല, മനാമർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ മനാമല്ല ഇത് യഖ്ല. ഇങ്ങനെ ലോകം കണ്ട മശായിഖന്മാർക്കൊക്കെ യഖ്ലത്തിൽ ഹബീബായ നബിയെ കണ്ട സംഭവങ്ങളുണ്ട്. ഇന്ത്യയിലുണ്ട്. ഇതുപോലെ നൂറ്റാണ്ടിലുണ്ട്, 21 നൂറ്റാണ്ടിലുണ്ട്. ഇക്കൊല്ലുണ്ട്, കഴിഞ്ഞൊല്ലുണ്ട്. മുത്തുനബിയെ യഖ്ലത്തിൽ കണ്ടവർ ഇവിടെ ഉണ്ട്, ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഭംഗിയായി പോണത്, അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാ പറഞ്ഞാട്ടത്. എനിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ നിഷേധിക്കരുത്. ഔലിയായിന്റെ കറാമത്ത് അംഗീകരിക്കുന്നവർ ഇത് നിഷേധിക്കരുത്. ആരാ പറഞ്ഞത്? തൻബീറുൽ ഹുൽക്കും ഞാൻ നിങ്ങളെ കാണിച്ചു. ആരുടെ? ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സൂട്ടി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഈ പ്രഭാഷണം ഇവിടെ 3ാം പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, സത്യം നിഷേധിക്കാതിരിക്കുക, നിഷേധികളുടെ പിന്നാലെ നടക്കാതിരിക്കുക. നിഷേധികളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈമാൻ നഷ്ടപ്പെടും. നിഷേധികളെ കൂടെ പോരുത്. സാലിങ്ങളുടെ മുഖത്ത് ഈമാനുള്ളത് പോലെ നിഷേധികളുടെ മുഖത്ത് ഈമാന് വിരുദ്ധമായതും ഉണ്ടാവും. ചില മുഖങ്ങളിൽ പ്രകാശം ഉണ്ടെങ്കിൽ ചില മുഖങ്ങളിൽ ഇരുട്ടുണ്ടാവും. നിഷേധിക്കുന്ന മുഖത്ത് ഇരുട്ടുണ്ടാവും. ആ മുഖത്തേക്ക് നോക്കിയാൽ പോലും ഈമാൻ കുറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആന്റെ മുറ്റത്താണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 150 വിദ്യാർത്ഥികൾ വിജ്ഞാനം പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് ദാറുൽ ഖുർആനെ സഹായിക്കണം. എല്ലാവരും വലിയ ലക്ഷങ്ങൾ മാസത്തിൽ കുട്ടികളുടെ പഠനത്തിനും ചെലവിനും ശമ്പളങ്ങൾക്കൊക്കെ ആയിട്ട് ലക്ഷങ്ങൾ ചെലവ് വരുന്ന സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. മാത്രമല്ല, കുട്ടികളുടെ അസൗകര്യം കാരണം വലിയ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിഅമത്തുള്ളവർ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട്, നിഅമത്തുള്ളവരുണ്ട്, വലിയ വലിയ നിഅമത്തുള്ള ആളുകളുണ്ട്, പലതുമുണ്ട്. 1000 ചാക്ക് സിമന്റ് തരാൻ കഴിയുന്ന ആളുകൾ ഇത് കേട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഒരു 500 ചാക്ക് സിമന്റ് തരാൻ കഴിയുന്നവരുണ്ടാവും. ഇതുപോലെയുള്ള അനവധി സംഗതികളുണ്ട്. പുതിയ ബിൽഡിംഗ്, ഹിഫ്ദിന് വേണ്ടി പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ അത്യാവശ്യമായ സംഗതിയുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ക്യാമ്പസിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി പെൺകുട്ടികൾക്ക് നീ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വിശാലമായ ഒരു സ്ഥലം തൊട്ടടുത്ത് 84 സെന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിഅമത്തുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ബിൽഡിംഗ് കെട്ടിത്തരണം. പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ദീന് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉമ്മത്ത് തകർന്നു. എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങളെ സഹായം വേണം. നിങ്ങളെല്ലാവരും നിഅമത്തുള്ളവർ ദാറുൽ ഖുർആനെ സഹായിക്കണം. താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ പണം അയക്കണം. ദാറുൽ ഖുർആനെ സഹായിക്കണം. ദാറുൽ ഖുർആനെ നിങ്ങൾ സഹായിക്കണം. എല്ലാ നിലയിലും വളരെ ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള ഉദാരമതികൾ നൽകുന്ന സംഭാവനകൾ കൊണ്ട് മാത്രമാണ് ദാറുൽ ഖുർആൻ പ്രവർത്തിച്ചു പോകുന്നത്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നന്മക്ക് സഹകരിക്കുന്നവരിൽ പെടുത്തട്ടെ. നന്മ ഇവിടെ നിലനിൽക്കണ്ടേ? അതിനനുസരിച്ച് പുതിയ മതപ്രബോധകന്മാർ രംഗത്ത് വരണ്ടേ? അതിന് നിങ്ങളാൽ കഴിയുന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം. നിഅമത്തുള്ളവർ എല്ലാം ശ്രദ്ധിക്കണം. ഏത് സമയത്തും മരണം നമ്മുടെ അടുത്തേക്ക് വരും, പിന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിഅമത്തുള്ള ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും അനാവശ്യമായി പ്രേരിപ്പിക്കുന്നില്ല. നിങ്ങൾ ദാറുൽ ഖുർആനെ അടുത്തറിഞ്ഞിട്ടില്ലെങ്കിൽ വന്ന് കണ്ട് കാര്യം ബോധ്യപ്പെട്ട് ചെയ്താലും മതി. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.